ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവകങ്ങളെക്കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി കണ്ടെത്തിയ വിറ്റാമിൻ എ. ആദ്യമായി കണ്ടെത്തിയ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ കണ്ടെത്തിയത് ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ്. അപ്പോൾ ആദ്യമായി കണ്ടെത്തിയ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ കണ്ടെത്തിയത് ഫ്രെഡറിക് ഗോലാൻഡ് ഹോപ്കിൻസ്. വൈറ്റമിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കാസിമിർ ഫങ്ക്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ അഥവാ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബി, സി. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ വിറ്റാമിൻ ബി ആൻഡ് വിറ്റാമിൻ സി. അടുത്തത് വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നോക്കാം. വിറ്റാമിൻ എ കരളിൽ ശേഖരിക്കപ്പെടുന്നതാണ്. വിറ്റാമിൻ എ ശേഖരിക്കപ്പെടുന്നത് കരളിലാണ്. കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യം. കരളിൽ ശേഖരിക്കപ്പെടുന്നതാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യം. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണക വസ്തുവാണ് ബീറ്റ കരോട്ടിൻ. വിറ്റാമിൻ എ കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഹൈപ്പർ വിറ്റാമിനോസിസ് എ. വിറ്റാമിൻ എ കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഹൈപ്പർ വിറ്റാമിനോസിസ് എ. വിറ്റാമിൻ എ കുറയുമ്പോൾ ഉണ്ടാകുന്നത് നിശാന്തത. വിറ്റാമിൻ എ കുറയുമ്പോൾ ഉണ്ടാകുന്നത് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അടുത്തത് വിറ്റാമിൻ ബി1. ആദ്യം നോക്കിയത് വിറ്റാമിൻ എ, രണ്ടാമത്തെ വിറ്റാമിൻ ബി1. അരിയുടെ തവിടിൽ കാണപ്പെടുന്ന ബ്രൈൻ വിറ്റാമിൻ ബി1 ആണ്. അപ്പോൾ അരിയുടെ തവിട്ട് നിറത്തിന് കാരണം വിറ്റാമിൻ ബി1 ആണ്. കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ബി1. അപ്പോൾ അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വിറ്റാമിനും കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റുന്ന വിറ്റാമിനും വിറ്റാമിൻ ബി1 ആണ്. നെക്സ്റ്റ് വിറ്റാമിൻ ബി2. ആദ്യം പറഞ്ഞത് വിറ്റാമിൻ എ, സെക്കൻഡ് വൺ വിറ്റാമിൻ ബി1, മൂന്നാമത്തെ വിറ്റാമിൻ ബി2. പാല് കറന്നാലുടൻ കാണപ്പെടുന്ന മഞ്ഞ നിറത്തിന് കാരണമാകുന്ന ജീവകമാണ് വിറ്റാമിൻ ബി2. ത്വക്ക് വിണ്ടു കീറുന്നതിന് കാരണമാകുന്നത് വിറ്റാമിൻ ബി2ൻ്റെ അഭാവമാണ്. അടുത്തത് വിറ്റാമിൻ ബി12. മനുഷ്യൻ്റെ വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്നതാണ് വിറ്റാമിൻ ബി12. വിറ്റാമിൻ ബി12ൽ കാണപ്പെടുന്ന ലോഹം കൊബാൾട്ടാണ്. അപ്പോൾ കരളിൽ നിർമ്മിക്കപ്പെടുന്നത് വിറ്റാമിൻ എയും വൻകുടലിൽ നിർമ്മിക്കപ്പെടുന്നത് വിറ്റാമിൻ ബി12ഉമാണ്. നെക്സ്റ്റ് വിറ്റാമിൻ ബി7. എയ്ഡ്സ് നിർണയ ടെസ്റ്റായ വെസ്റ്റേൺ ബ്ലോട്ടിന് ഉപയോഗിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ ബി7. എന്താണ് എയ്ഡ്സ് നിർണയ ടെസ്റ്റായ വെസ്റ്റേൺ ബ്ലോട്ടിന് ഉപയോഗിക്കുന്ന ജീവകമാണ് വിറ്റാമിൻ ബി7. നെക്സ്റ്റ് വിറ്റാമിൻ ബി9. അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നത് വിറ്റാമിൻ ബി9 ആണ്. അതായത് റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ആദ്യം പറഞ്ഞത് വിറ്റാമിൻ എ, ദെൻ വിറ്റാമിൻ ബി1, വിറ്റാമിൻ ബി2, വിറ്റാമിൻ ബി12, ബി7, ബി9. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് വിറ്റാമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടമാവുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വിറ്റാമിൻ സി ആണ്. ആദ്യമായി നിർമ്മിച്ച വിറ്റാമിൻ എ ആണെങ്കിലും കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റാമിൻ സി ആണ്. പാലിൽ കാണപ്പെടാത്ത വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ സി ആണ്. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ്. ജലദോഷത്തിന് ഔഷധമായ ജീവകം എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്.
എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം വിറ്റാമിൻ സി ആണ്. അതായത് ഇരുമ്പിൻ്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ സി ആണ്. നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ എന്നിവയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിനിടയിൽ ഉണ്ടാവുന്നതാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിനിടയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വിറ്റാമിൻ ഡി രൂപപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ത്വക്കിനടിയിൽ. ഓക്കെ, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിനടിയിൽ ഉണ്ടാവുന്നതാണ് വിറ്റാമിൻ ഡി. കാൽസ്യം, ഫോസ്ഫറസ് ആഗിരണത്തിന് സഹായിക്കുന്നു. കൂടാതെ പല്ലുകളുടെയും അസ്ഥികളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. പ്രത്യുൽപാദന ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. ഒരു നിരോക്സീകാരി കൂടിയായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. അടുത്തത് വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. അടുത്തതായി ഈ വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിറ്റാമിൻ എ റെറ്റിനോൾ, വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ്, വിറ്റാമിൻ ഡി കാൽസിഫെറോൾ, വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ, വിറ്റാമിൻ കെ ഫില്ലോക്വിനോൺ, വിറ്റാമിൻ ബി1 തയാമിൻ, വിറ്റാമിൻ ബി2 റൈബോഫ്ലോവിൻ, വിറ്റാമിൻ ബി3 നിയാസിൻ, വിറ്റാമിൻ ബി5 പാൻറ്റോതെനിക് ആസിഡ്, വിറ്റാമിൻ ബി6 പിരിഡോക്സിൻ. വിറ്റാമിൻ ബി6 ഇമ്പോർട്ടൻ്റ് ആണ്, പിരിഡോക്സിൻ. വിറ്റാമിൻ ബി7 ബയോട്ടിൻ, വിറ്റാമിൻ ബി9 ഫോളിക് ആസിഡ്, വിറ്റാമിൻ ബി12 സയനോകൊബാലമിൻ, വിറ്റാമിൻ എച്ച് ബയോട്ടിൻ അതായത് ബി7. വിറ്റാമിൻ ബി7 തന്നെയാണ് വിറ്റാമിൻ എച്ച് ബയോട്ടിൻ. വിറ്റാമിൻ ജി റൈബോഫ്ലോവിൻ. റൈബോഫ്ലോവിൻ ഏതാണ്? വിറ്റാമിൻ ബി2. അപ്പോൾ ഇതൊക്കെയാണ് വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ. കൂടാതെ ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ബി3 ആണ്. ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ ബി3. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ സി. സൺഷൈൻ വിറ്റാമിൻ ഡി. ബ്യൂട്ടി വിറ്റാമിൻ ഇ. ബ്യൂട്ടി വിറ്റാമിൻ ഇ. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ അതായത് പ്രത്യുൽപാദനം വിറ്റാമിൻ ഇ ആണ്. അപ്പോൾ ബ്യൂട്ടി വിറ്റാമിൻ അതുപോലെ തന്നെ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ഇ ആണ്. ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ കെ ആണ്. അടുത്തത് ഈ വിറ്റാമിനുകളുടെ അപര്യാപ്ത രോഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ, ഹൈപ്പർ കെരാറ്റോസിസ്, കെരാറ്റോമലേസിയ. ഏതൊക്കെയാണ്? നിശാന്തത, സിറോഫ്താൽമിയ, ഹൈപ്പർ കെരാറ്റോസിസ്, കെരാറ്റോമലേസിയ. വിറ്റാമിൻ ബി1. വിറ്റാമിൻ ബി1ൻ്റെ അഭാവത്തിലുണ്ടാകുന്ന രോഗങ്ങളാണ് ബെറി കോർസക്കോഫ് സിൻഡ്രോം. വിറ്റാമിൻ ബി2. വിറ്റാമിൻ ബി2ൻ്റെ അഭാവത്തിലുണ്ടാകുന്ന രോഗമാണ് ത്വക്ക് വിണ്ടുകീറൽ. വിറ്റാമിൻ ബി3 പെല്ലഗ്ര. വിറ്റാമിൻ ബി5 പരസ്തീഷ്യ. വിറ്റാമിൻ ബി5ൻ്റെ അഭാവത്തിലുണ്ടാകുന്നതാണ് പരസ്തീഷ്യ. വിറ്റാമിൻ ബി6 മൈക്രോസൈറ്റിക് അനീമിയ. വിറ്റാമിൻ ബി7 എക്സിമ ഉണ്ടാവുന്നത് വിറ്റാമിൻ ബി7ൻ്റെ അഭാവത്തിലാണ്. വിറ്റാമിൻ ബി9ൻ്റെ അഭാവത്തിലുണ്ടാവുന്നത് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവുന്നത് വിറ്റാമിൻ ബി9ൻ്റെ അഭാവത്തിലാണ്. വിറ്റാമിൻ ബി12 പെർനീഷ്യസ് അനീമിയ. വിറ്റാമിൻ സിയുടെ അഭാവത്തിലുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റാമിൻ ഡി
കണ, ഓസ്റ്റിയോമലേഷ്യ. വിറ്റാമിൻ ഡിയുടെ അഭാവത്തിലുണ്ടാവുന്ന അസുഖങ്ങളാണ് കണ, ഓസ്റ്റിയോമലേഷ്യ. വിറ്റാമിൻ ഇയുടെ അഭാവത്തിലുണ്ടാവുന്നത് വന്ധ്യത. വിറ്റാമിൻ ഇയുടെ അഭാവത്തിലുണ്ടാവുന്ന രോഗം വന്ധ്യത. വിറ്റാമിൻ കെയുടെ അഭാവത്തിലുണ്ടാവുന്ന രോഗം ഹെമറേജ്. വിറ്റാമിൻ കെയുടെ അഭാവത്തിലുണ്ടാവുന്നത് ഹെമറേജ്. സോ ഇത്രയുമാണ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന ഭാഗത്തു നിന്നും നമ്മൾ ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി.